സത്യം തിരിച്ചറിഞ്ഞ് വിക്രം അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, വിക്രമെങ്കിലെ 5 വർഷക്കാലം വേദയെ കാണാതെ നിൽക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വേദയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ വേദ എവിടെയാണെന്നോ വിക്രം അറിയുന്നില്ല. അങ്ങനെ ശിക്ഷാ കാലാവധിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിക്രമെങ്കിൽ പുറത്തിറങ്ങാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇതേ സമയം വേദ എന്തുകൊണ്ടാണ് തന്നെ കാണാൻ ഇത്രയും നാൾ വരാതിരുന്നത് എന്നുള്ളൊരു സംശയം, എന്നൊരു ചോദ്യം വിക്രത്തിൻ്റെ മനസ്സിലുണ്ട് എന്നും കാണാം. ഇനി വേദയ ശ്രീകാന്തെങ്ങാനും എന്തെങ്കിലും ചെയ്തോ എന്നുള്ളൊരു ചിന്തയും വരുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിക്രമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വേദയെ കണ്ടെത്തണമെന്നുള്ളൊരു ചിന്താഗതിയിലേക്ക്, തൻ്റെ പാതിയെ കണ്ടെത്തണമെന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തുന്നൊരു കാഴ്ച. അതിനായിട്ട് വിക്രം ആദ്യം തന്നെ ചെന്ന് അന്വേഷിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ ഗീവർഗീസ് ഏട്ടൻ്റെ അടുത്തും പള്ളിയിലെ വികാരി അച്ഛൻ്റെ അടുത്തും മേരി ചേച്ചിയുടെ അടുത്തുമൊക്കെ തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഏറ്റവും നിർണായകമായ സത്യം വിക്രം തിരിച്ചറിയുന്നത് കാണാനായിട്ട് കഴിയും. അതായത് വേദ അവൾ അമ്മയായിരുന്നു, ഗർഭിണിയായിരുന്നു എന്നുള്ള ആ വലിയ സത്യം വിക്രം തിരിച്ചറിയുമ്പോൾ വിക്രം മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വേദ തന്നെ കാണാനായിട്ട് ഇവിടേക്ക് ഒരു തവണ പോലും വരാതിരുന്നത് എന്ന്. തിരിച്ചറിയുന്ന വിക്രമെങ്കിൽ ആകെ സങ്കടപ്പെടാനായിട്ട് തുടങ്ങുന്നതാണ് കാണാൻ സാധിക്കുക. വേദയെങ്ങാനും ഇങ്ങോട്ട് വന്നാൽ, ശ്രീകാന്തെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ വേദയെയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് മടിക്കില്ല എന്ന് വേദ പറഞ്ഞത് ഓർക്കുന്ന വിക്രമെങ്കിൽ താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് ചിന്തിക്കുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും. ഇതിനിടയിലാണെങ്കിൽ വിക്രം അലറി വിളിച്ച് നിലവിളിച്ച് പൊട്ടിക്കരയുന്നൊരു കാഴ്ചയും കാണാൻ കഴിയും, കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ്